Father, we thank you, Father, for this morning. We thank you, Lord, for your presence in our lives. കർത്താവേ, അങ്ങയുടെ സ്ഥാനത്തിലേക്ക് ഞങ്ങൾക്ക് കടന്നു വരുവാൻ തന്ന സാവകാശത്തിനായിട്ട് നന്ദിയോട് സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയ്ക്കായിട്ട് നന്ദിയോട് വാഴ്ത്തുന്നു. കർത്താവേ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ലോകത്തിൽ എവിടെയായിരുന്നാലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ എപ്പോഴും ഉള്ളതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യത്തിൽ ആശ്രയിപ്പാൻ കർത്താവേ, ഹല്ലേലൂയ. ഞാൻ ഒരു നാളും നിന്നെ കൈവിടുകയില്ല, ഒരു നാളും നിന്നെ ഉപേക്ഷിക്കുകയില്ല. കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളെ ഓർപ്പിക്കുന്നല്ലോ, അതിനായിട്ട് നന്ദിയോട് സ്തോത്രം. ആ ഉറപ്പിൽ, ആ ധൈര്യത്തിൽ കർത്താവെ ജീവിതത്തിനെ നേരിടുവാൻ ഞങ്ങൾ എല്ലാവരെയും സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ അനാഥരല്ല കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങൾക്കൊരു അപ്പനുണ്ട്, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല, അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ. ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും കർത്താവെ ഞങ്ങൾ കടന്നുപോയാലും കർത്താവെ, ഹല്ലേലൂയ, എപ്പോഴും ലോർഡ്, the Lord will always be our guide, will always be our stronghold in the land of the living. അതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ്, പ്രത്യേകിച്ച് ഞങ്ങൾ ചേരും അങ്ങയുടെ വചനമായിട്ട് ഇരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവെ, അങ്ങയുടെ വചനം കേൾക്കുവാൻ, അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ, അതിലുള്ള കർത്താവെ കാഴ്ചപ്പാടുകൾ ലഭിക്കുവാൻ, അത് ഞങ്ങളുടെ ജീവിതത്തിനെ കർത്താവെ മാറ്റുവാൻ, ഹല്ലേലൂയ, ടോട്ടലി ഡിഫറെന്റ് ആയിട്ട് കർത്താവെ പവറിൽ ജീവിപ്പാൻ ഞങ്ങളൊക്കെ സഹായിക്കാനായിട്ട് സ്തോത്രം. താങ്ക് യു മാസ്റ്റർ, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം, അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെല്ലാവരും കഴിഞ്ഞ ആഴ്ച ക്ഷേമമായിട്ട് കാത്തു പരിപാലിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ജീവിതത്തിലെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അങ്ങ് നൽകി തന്നതിനായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രതികൂലങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കാൻ ശക്തനായിട്ടുള്ള ദൈവം അങ്ങായിരിക്കാൻ സ്തോത്രം. ഞങ്ങളെ വിടുവിക്കുന്നതിനായിട്ട് സ്തോത്രം. സമയത്തിനായിട്ട് സ്തോത്രം. യേശു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ഗോഡ്. ഞാൻ ആക്ച്വലി നമ്മൾ ഏറ്റവും ആദ്യം നമ്മൾ കവർ ചെയ്ത ഒരു പോർഷൻ ആയിരുന്നല്ലോ, ഐ മീൻ അബൌട്ട് ദ റിയാലിറ്റി ഓഫ് ഗോഡ്സ് പ്രസൻസ്. അത് തന്നെ ഐ ഡോണ്ട് നോ, സംഹൗ ദാറ്റ് വാസ് കമ്മിങ് ബാക്ക് ടു മീ. അതല്ലായിരുന്നു ഞാൻ എടുക്കാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ സംഹൗ ദ ലോർഡ് ഇംപ്രസ്ഡ് ഓൺ മൈ ഹാർട്ട് ടു കം ബാക്ക് ടു ദാറ്റ് പെർട്ടിക്കുലർ പോർഷൻ. ബിക്കോസ് എപ്പോഴും ഞാൻ ഒരു കാര്യം ഓർക്കുന്നത്, ഞാൻ എപ്പോഴും ഷെയർ ചെയ്യും, ഞാൻ ഐ മീൻ നമ്മളെല്ലാവരും പല ആത്മീയ ലെവലുകളിലാണല്ലോ. നമ്മളെല്ലാം സെയിം ലെവലല്ല, നമ്മളെല്ലാം ഡിഫറെന്റ് ലെവൽസിൽ. ചില ഏരിയസിൽ ഒരാൾക്ക് കാഴ്ചപ്പാട് കൂടുതൽ കാണും, വേറെ ചില ഏരിയസിൽ വേറെ ആർക്കെങ്കിലും കാഴ്ചപ്പാട് കൂടുതൽ കാണും, അല്ലേ? സോ ദാറ്റ് മേക്സ് എ ബിഗ് ഡിഫറൻസ്. അപ്പം സംടൈംസ് ഞാൻ ഓർക്കാറുണ്ട്, എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാര്യങ്ങൾ, ഈ പുതിയ കാര്യങ്ങളൊന്നും അല്ലല്ലോ പറയുന്നത്, ഞാൻ ഓർക്കാറുണ്ട്. പക്ഷെ സംടൈംസ് ഇറ്റ്സ് ഗുഡ് ടു ജസ്റ്റ് ട്രസ്റ്റ്, അല്ലേ? ടു ജസ്റ്റ് ട്രസ്റ്റ് ഓൺ സർട്ടൻ തിങ്സ്. So that helps. അപ്പം ഞാൻ ഇതിനെപ്പറ്റി ഇന്ന് ഷെയർ ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പം God was reminding me to go back to this fact that God is a reality. മനസ്സിലായോ? ഞാൻ ഓർക്കുന്നു, ഞാൻ മസ്കറ്റിലായിരുന്നു. അപ്പം ഞങ്ങളുടെ ഏറ്റവും മൂത്ത കുഞ്ഞുണ്ടായത്. നോക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു മസ്കറ്റിലെ മെയിൻ സ്ട്രീറ്റിൽ കൂടെ ഞങ്ങൾ നടക്കുക. അപ്പം പുള്ളിക്ക് 2 വയസ്സേ ഉള്ളൂ. അപ്പം ഈ തിരക്കുള്ള സ്ട്രീറ്റില് എന്റെ കൂടെ പോയതാ. അപ്പം പുള്ളിക്ക് നടക്കണമെന്ന് പറഞ്ഞു. പുള്ളി താഴെ ഇറക്കി വിട്ടു. അങ്ങനെ കൈ പിടിച്ചിട്ട് നടക്കും പുള്ളി. അപ്പം നടന്നപ്പം ഈ ബഹളത്തിനകത്ത് ആൾക്കാർ വരുന്നുണ്ട്. ക്രോസ് 2 വശത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട്. റോഡിന്റെ സർഫസ് ചിലപ്പം ചെറിയ കുഴിയൊക്കെ കാണും. അപ്പം ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചോണ്ട് നടക്കുന്നത്. പക്ഷെ ഈ പുള്ളിന്റെ ഇടയ്ക്ക് എന്തൊക്കെയൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഞാൻ പുള്ളി പറയുന്നത് ശ്രദ്ധിക്കാതെ ഞാൻ ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടേക്ക് അക്രോസ് സേഫ്ലി. മനസ്സിലായോ? അപ്പൊ ഇച്ചേരം കഴിഞ്ഞ് ഞാൻ ഓർക്കുമായിരുന്നു, ഈ പുള്ളി പറയുന്ന ഒന്നും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. 2 വയസ്സുള്ള പിള്ളേർ പലതും പറയും, അല്ലേ? അപ്പം ഞാൻ മീൻ ഞാൻ ഓർക്കുമായിരുന്നു, നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ അടുത്ത് നമ്മളിങ്ങനെ ഇടപെടുന്നത്, ദൈവത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇടപെടുന്നത്. നമ്മുടെ ജീവിതത്തിലെ തിരക്കിനകത്ത് നമ്മൾ എന്നാ എന്നറിയാമോ? കർത്താവിനെ അങ്ങ് മാറ്റി അങ്ങ് നിർത്തും. പിന്നെ പറയും, ലോർഡ്, ഐ എം ടു ബിസി ടു ബി ഏബിൾ ടു ഫോക്കസ് ഓൺ യു. You don't understand, life is too complicated, I have no time for you at this moment. മനസ്സിലായോ? അപ്പം നമ്മൾ ആ ഒരു ചിന്താഗതി മാറ്റണം.
ആ ഒരു ചിന്താഗതി മാറ്റിയാലേ നമ്മുടെ ജീവിതത്തിലോട്ട് കർത്താവിന്റെ സ്ഥാനത്തിന് ഇറങ്ങി വരാൻ പറ്റുള്ളൂ. മനസ്സിലായോ? നമ്മള് എപ്പോഴും ഈ ലോകത്തിലോട്ട് നോക്കുമ്പോഴ് ഞാൻ ആക്ച്വലി ആ മസ്കറ്റിൽ കൂടെ നടന്നു പോകുമ്പോൾ ഓൾമോസ്റ്റ് നെവർ ഫോർഗെറ്റ് ഇറ്റ്. മസ്കറ്റിൽ കൂടെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോയപ്പോൾ ഒത്തിരി തിരക്കുണ്ട്. അപ്പൊ ഈ പുള്ളി പറഞ്ഞ കേൾക്കാൻ നിന്നാൽ എന്ത് പറ്റും? വേറെ പ്രശ്നം ഉണ്ടാകും അല്ലെ? ഒന്നെങ്കിൽ നമ്മുടെ ട്രിപ്പ് ഒത്തിരി ഡിലേഡ് ആകും, അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കയറി ഇടിക്കും, ഒത്തിരി തിരക്കുള്ള ബഹളത്തിനകത്ത് നടക്കുമോ. പക്ഷെ പരിശുദ്ധാത്മാവ് അങ്ങനല്ല. പരിശുദ്ധാത്മാവ് ഹീസ് ഓൾമൈറ്റി അല്ലെ? ഹി നോസ് എവറിത്തിങ്. എല്ലാം അറിയാം, എല്ലാം സർവശക്തന അല്ലെ? എല്ലായിടത്തും ഉണ്ട്. കർത്താവിനാൽ കഴിയാത്ത ഒന്നുമില്ല അല്ലെ? പക്ഷെ നമ്മൾ തന്നെയും നമ്മൾ ചിലപ്പം പറയും, ഓ ഈ പുള്ളിയെ കൊണ്ട് വലിയ ഗുണമില്ല. നമ്മള് റിലീജിയസ് ആയിട്ടുള്ള മൈൻഡ് സെറ്റിൽ ഓടുക. മനസ്സിലായി? ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു സ്ഥലത്തായിരുന്നു. ഇപ്പം ഞാൻ ആക്ച്വലി ബാങ്കില് ATMസിന് പുറകെ ഒരു ഫിനാൻഷ്യൽ സ്വിച്ച് ഉണ്ട്. ATMസിന്റെ പുറകെ നമ്മുടെ മെയിൻ ബാങ്കിലോട്ട് കണക്ട് ചെയ്ത് ട്രാൻസാക്ഷൻ അത് മാസ്റ്റർ കാർഡിലോട്ടും വിസയിലോട്ടും ഒക്കെ കണക്ട് ചെയ്യും. അപ്പൊ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ ബൈ പ്രൊഫഷൻ. അപ്പം ഇതിന് പേയ്മെന്റ് സ്വിച്ച് എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇവിടെ ഞാനിപ്പോ US അവിടെ ഇന്ത്യയുടെ ഒരു കാർഡ് ഞാൻ ATMൽ യൂസ് ചെയ്യുവാണെങ്കിൽ ട്രാൻസാക്ഷൻ ഇവിടുത്തെ ATM പിക്ക് ചെയ്തിട്ട് ഇവിടുത്തെ ബാങ്കിൽ പോയിട്ട് ഇവിടുത്തെ ചിലപ്പോൾ നാഷണൽ സ്വിച്ചിൽ പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസ്റ്റർ കാർഡ് വിസയിലോട്ട് റൂട്ട് ചെയ്ത് വിടും. പോയിട്ട് തിരിച്ചു വന്നിട്ട് അത് നമ്മുടെ പിൻ ഒക്കെ വെരിഫൈ ചെയ്യുന്ന ഇന്ത്യൻ ബാങ്കിൽ, ഇപ്പൊ എന്റെ ഇന്ത്യൻ കാർഡ് ആണെങ്കിൽ അവിടെ പോയി വെരിഫൈ ചെയ്തിട്ട് അത് തിരിച്ചു വരിക. തിരിച്ചു വന്നിട്ട് ഇവിടെ ATMൽ ക്യാഷ് ഡിസ്പെൻസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഐ യൂസ് ടു ബി പേയ്മെന്റ് സ്വിച്ച് സ്പെഷ്യലിസ്റ്റ്. ഐ യൂസ് ടു റൺ ഒമാനിലായിരുന്നു. ഞാൻ ഒമാൻ, UAE ആൻഡ് ഈജിപ്തിന്റെ ഞങ്ങളുടെ നാഷണൽ ബാങ്ക് ഓഫ് ഒമാന് വേണ്ടി ഞാനായിരുന്നു സ്വിച്ച് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. ഐ വാസ് ദ ലാസ്റ്റ് ഇൻ ചാർജ്. അപ്പം ഞാൻ ഇത്ര ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു സ്ഥലത്ത് ഒരു പുള്ളി, ഞാൻ 2-3 പേര് സംസാരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ ഈ ഡ്രസ്സിങ്ങിനൊന്നും ഒത്തിരി വെയിറ്റ് കൊടുക്കാത്ത ആളാ പൊതുവെ. അപ്പം ഞാനൊരു പുള്ളി 2-3 പേരും സംസാരിക്കും, എന്തോ പ്രിന്റർ എന്തോ ഇഷ്യൂ ഇരുന്ന് സംസാരിക്കുക. എന്റെ ഓഫീസിൽ പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല. അതായത് ഞാൻ ചോദിച്ചു, പുള്ളിക്ക് അറിയത്തില്ല ഞാൻ എന്തോ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്ത് പറ്റി ബ്രദറെ? ഓ, അത് നിങ്ങൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാകില്ല. ഒന്നും മിണ്ടാൻ പോയില്ല. ഇറ്റാള് കഴിഞ്ഞ പുള്ളി എന്നെ പറ്റി അറിയുന്നേ. പുള്ളി പിന്നെ എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല. മനസ്സിലായി? നമ്മൾ പലപ്പോഴും പരിശുദ്ധാത്മാവിന്റെ അടുത്ത് ഇങ്ങനെ ഇടപെടുന്നത്. കർത്താവ്, നിനക്ക് ഈ വിഷയത്തിനെ പറ്റി ഒന്നും അറിയത്തില്ല, നീ ഒന്നും മിണ്ടായിരിക്കും, ഞാൻ ഹാൻഡിൽ ചെയ്യട്ടെ. നമ്മുടെ ഉടുപ്പൊക്കെ സ്ലീവൊക്കെ ചുരുട്ടി വെച്ചിട്ട് നമ്മൾ ചില സർക്കസ് കാണിക്കും. മനസ്സിലായി? പിന്നെ അവസാനം കുഴിക്കകത്ത് ചാടുമ്പോഴും കർത്താവ് സഹായിക്കുന്നൊരു ബോധമില്ല. കർത്താവെ, നമ്മൾ കൊച്ചിലോട്ട് പഠിച്ചത് കൊണ്ട് കർത്താവെ സഹായിക്കണം എന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വഴി തന്നെ പോകും. മനസ്സിലായി? അത് നമ്മൾ നിർത്തണം. വി നീഡ് ടു സ്റ്റോപ്പ് ദാറ്റ്. വി നീഡ് ടു സീരിയസ്ലി സ്റ്റോപ്പ് ദാറ്റ്. ആൻഡ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കൂടെ ഈ ശക്തനായിട്ടുള്ള, അതിശക്തനല്ല, നമുക്ക് ആക്ച്വലി കണക്ക് കൂട്ടാൻ വയ്യാത്ത പവറുള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളത് അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തായിരുന്നു തോന്നുന്നു, കഴിഞ്ഞ ആഴ്ചയോ എന്ത് മുമ്പത്തെ ആഴ്ചയോ. നമ്മുടെ ദൈവം നമ്മളായിരിക്കുന്ന ഇന്ത്യയുടെ ദൈവം മാത്രമല്ല. ഓക്കെ, നമ്മുടെ ദൈവം ഈ ലോകത്തിന്റെ ദൈവമാണ്. ഓക്കെ, ഒരു സ്റ്റെപ്പ് വെളിയിലോട്ട് പോകും, ഈ സോളാർ സിസ്റ്റത്തിന്റെ ദൈവമാണ്. ഓക്കെ, ഈ ഹാലിസ് കോമറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഹാലിസ് കോമറ്റ് റൂട്ട് സണ്ണിന്റെ അടുത്തുനിന്ന് പോയിട്ട് പ്ലൂട്ടോ വരെ ടച്ച് ചെയ്യും. പ്ലൂട്ടോ വരെ ടച്ച് ചെയ്ത് അതിന്റെ ഓർബിറ്റ്. And that takes about 60 to 70 years. It travels at so many thousand miles per hour. So our God is a God who created the solar system. He's not just God of you and me. He's not just God of India. ഇന്ത്യയുടെ ദൈവം മാത്രമല്ല, എന്റെ ദൈവം മാത്രമല്ല, എന്റെ പേഴ്സണൽ പോക്കറ്റിൽ കൊണ്ടുവരുന്ന ദൈവമല്ല. God of the solar system. ഒരു സ്റ്റെപ്പ് വെളിയിലോട്ട് പോകും, God of the Milky Way galaxy. ഒരു സ്റ്റെപ്പ് വെളിയിലോട്ട് പോകും, God is God of everything that has been ever created. മനസ്സിലായോ? സകലത്തിനും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കാണുന്നതും കാണാത്തതും
നമ്മുടെ ക്രീഡ് ഉണ്ടല്ലോ, എല്ലാത്തിനും സൃഷ്ടിച്ച കർത്താവ്. അപ്പൊ നമ്മൾ ഈ ദൈവത്തിനെ അങ്ങനെ കാണാൻ ശ്രമിക്കണം. പക്ഷെ അത് അത്ര എളുപ്പം ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. എന്ന് വെച്ചാൽ നമ്മൾ ഐ മീൻ 2 ടൈപ്പ് ആൾക്കാരുണ്ടല്ലോ. ഒന്ന് മതഭക്തിക്കാര്, ഒന്ന് ആത്മീയര്. മതഭക്തിക്കാര് ആക്ച്വലി ആത്മീയരല്ല. അവർക്ക് പക്ഷെ തോന്നും അവർ ആത്മീയരാന്ന്. അവര് കാര്യം എന്നാ, എല്ലാ ആഴ്ചയും ചർച്ചിൽ പോകും, അച്ഛന്റെ ഗുഡ് ബുക്സിലുണ്ട്, ചർച്ചിന് വേണ്ടി ഇതൊക്കെ ചെയ്യും, ഒത്തിരി ഐ മീൻ കർത്താവിന് വേണ്ടി പലതും ചെയ്യും. അവിടെ പോയി പ്രയർ മീറ്റിംഗ് നടത്തും, ഇത് ചെയ്യും, അത് ചെയ്യും, എല്ലാം ചെയ്യും. പക്ഷെ ദൈവത്തിനെ നമ്മൾ ഇങ്ങനെ ഈ ഇഗ്നോർ ചെയ്ത് കൈ കൊണ്ടു നടക്കുവാണെങ്കിൽ അവര് വെറും മതഭക്തിക്കാര്. ഇത്ര ആൾക്കാർക്ക് എന്നാ പറ്റുമെന്ന് അറിയുമോ? പരിശുദ്ധാത്മാവ് ഒരു നല്ലൊരു ജെന്റിൽമാനാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ ഉരുട്ടിയിട്ടൊന്നും ചെയ്യത്തില്ല. മനസ്സിലായ? പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് ജെന്റിൽ ലൈക്ക് എ ഡവ്. അതുകൊണ്ട് എപ്പോഴും പരിശുദ്ധാത്മാവിനെ ഒരു ഡവിന്റെ രീതിയിൽ നമ്മളെ ഇത് ചെയ്യുന്നത്. എപ്പോഴും പരിശുദ്ധാത്മാവിനെ ഒരു ഡവിന്റെ രീതിയിൽ നമ്മളെ കാണിക്കാൻ കാരണം അതാ. ഡവ് ഒരു ഒത്തിരി ജെന്റിൽ ഒരു ബേർഡാ. ആ ഡവിനെ നമ്മൾ ഒന്ന് ഡിസ്റ്റർബ് ചെയ്താൽ അപ്പം പറഞ്ഞു. ഡവ് അവിടെ അള്ളിപ്പിടിച്ചൊന്നും ഇരിക്കത്തില്ല. ഈ വയലന്റ് ആയിട്ടുള്ള പൂച്ചയും പട്ടിയുടെയും കൂട്ടല്ല. നമ്മൾ ഷൂ എന്ന് പറയാൻ അത് ഓടി പോകാതിരിക്കത്തില്ല. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന പോലെ ഇരിക്കും. പരിശുദ്ധാത്മാവിന് കൊടുക്കുന്ന ബഹുമാനവും നമ്മുടെ ജീവിതത്തിലെ സ്ഥാനവും പോലെ ഇരിക്കും പരിശുദ്ധാത്മാവിന്റെ ഗൈഡൻസ് നമുക്ക് ലഭിക്കാൻ. മനസ്സിലായി? പരിശുദ്ധാത്മാവിന്റെ ആ ഡയറക്ഷൻ നമുക്ക് ലഭിക്കാൻ. നമുക്ക് ആ ഒരു ഡയറക്ഷൻ ലഭിക്കണം. ആ ഒരു ഇത് ഐ മീൻ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതലായിട്ട് അനുഭവിക്കണമെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ഡയറക്ഷൻ അനുസരിച്ച് ഓടണം. ഏറ്റവും ആദ്യം നമ്മൾ തുടങ്ങാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഐ മീൻ ഓൺലി വേസ് ടു സ്റ്റാർട്ട് റീഡിങ് ദ ബൈബിൾ. മനസ്സിലായോ? നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഇത് കണ്ടോ? മാത്യു 13:15 എന്ന് വായിച്ചേ. മാത്യു 13:15. വായിച്ചോ, ആരെങ്കിലും വായിച്ചോ? നിങ്ങൾ ചെവിയാൽ കേൾക്കും ഗ്രഹിക്കയില്ലതാനും കണ്ണാൽ കാണും ദർശിക്കയില്ലതാനും ഈ ജനത്തിന്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവർ ചെവി കൊണ്ട് മന്ദമായി കേൾക്കുന്നു, കണ്ണ് അടച്ചിരിക്കുന്നു. അവർ കണ്ണ് കാണാതെയും ചെവി കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കാതെയും തിരിഞ്ഞുകൊള്ളാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് തന്നെ എന്ന് യേശയ്യാവ് പറഞ്ഞ പ്രവാചകത്തിന് അവരിൽ നിവർത്തി വരുന്നു. These people have become close-minded and they're hard of hearing. They have shut their eyes. I mean, KJV പറയുന്നത്, they see but they do not comprehend. They hear but they are not able to understand. മനസ്സിലായോ? പലപ്പോഴും നമ്മളും അത്രയൊരു സിറ്റുവേഷനിലാണ്. നമ്മൾ ആക്ച്വലി ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ആത്മീയ വളർച്ച അനുസരിച്ചാണ്. ഇതൊരു പ്രോസസ്സാണ്. മനസ്സിലായോ? ഒറ്റയടിക്കല്ല നമ്മളെ ചെവി തുറക്കുന്നത്, ഒറ്റയടിക്കല്ല നമ്മുടെ കണ്ണ് തുറക്കുന്നത്, ഒറ്റയടിക്കല്ല നമ്മുടെ മനസ്സ് തുറക്കുന്നത്. നമുക്ക് എത്രയും ദൈവത്തെ അറിയാമോ, എത്രയും വചനം അറിയാമോ, അത്രയും മാത്രമേ നമുക്ക് ലഭിക്കത്തുള്ളൂ. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രൂപ്പായിട്ട് ഇവിടെ ഇരിക്കുമല്ലേ, നമ്മൾ ഈ ഗ്രൂപ്പായിട്ട് ഇവിടെ ഇരുന്ന് സെയിം കാര്യം കേട്ടാലും ഓരോരുത്തരുടെയും ആത്മീയ നിലവാരം അനുസരിച്ച് അത് അവർക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഒരാൾ ഒരു ബേബി ആണെങ്കിൽ, ഇൻ ക്രൈസ്റ്റ് ആണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പിടികിട്ടത്തില്ല. സെയിം സാധനം കേൾക്കുന്നത്. പക്ഷെ ഒരാൾ കൂടുതൽ ആത്മീയത്തിലോട്ട് ഉയർന്ന ഒരാളാണെങ്കിൽ അവർക്ക് കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ സെയിം സ്ക്രിപ്ചർ പിന്നെയും കേൾക്കുമ്പോൾ എന്തു പറ്റും? കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് റെപ്പിറ്റേഷൻ ഒരിക്കലും ഇറ്റ്സ് നോട്ട് എ മിസ്റ്റേക്ക്. നമ്മളോർക്കും ഞാനിത് കേട്ടതല്ലേ നേരത്തെ. പക്ഷെ ലിസൺ, ഇറ്റ്സ് ദ ഹോളി സ്പിരിറ്റ് സ്പീക്കിംഗ് ടു യു.
അതുകൊണ്ട് നമ്മൾ ആ ഒരു രീതി പോകണം. ഈ ഒരു വേഴ്സ് വായിച്ചേ, ജോൺ 16:13. John 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. When the Spirit of truth comes, he will guide you into all the truth. He will not speak on his own. He will speak what he hears and will tell you about things to come. അവൻ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കും. പക്ഷെ നമുക്ക് കേൾക്കാൻ താല്പര്യം ഇല്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കത്തില്ല. പരിശുദ്ധാത്മാവ് സംസാരിക്കായിരിക്കും, ബട്ട് ഹി വിൽ നോട്ട് പുഷ് യു ആൻഡ് പുൾ യു. സൈറ്റനാണ് നമ്മളെ ഉന്തുകയും തള്ളുകയും ചെയ്യുന്നത്. മനസ്സിലായോ? സൈറ്റൻ എന്തുവാ? സൈറ്റന്റെ പരിപാടി എന്തുവാ? സൈറ്റൻ ഫോഴ്സ്ഫുള്ളാ. ഓക്കെ, ഹി വിൽ പുഷ് യു ഇൻ ടു എ കോർണർ. പക്ഷേ God is not like that. The Holy Spirit is not like that. The Holy Spirit is a perfect gentleman. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ ജെന്റിലായിട്ട് നമ്മുടെ അടുത്ത് സംസാരിക്കും, ജെന്റിലായിട്ട് നമ്മുടെ അടുത്ത് ഇടപെടും. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശബ്ദം ക്വയറ്റാണ്. അതാ ഒരാൾ ഒരു പാപത്തിനകത്ത് പിന്നെയും ക്ഷമ ചോദിക്കാതെ ഒരാൾ ഒരു പാപത്തിനകത്ത് കുടുങ്ങിക്കിടക്കുവാണെങ്കിൽ എന്ത് പറ്റുമെന്നറിയാമോ? ഏറ്റവും ആദ്യം നമുക്ക് ഉള്ളിൽ ഒരു ശക്തമായിട്ടൊരു ഇത് തോന്നും, അത് നമ്മുടെ കോൺഷ്യൻസാ. പക്ഷെ നമ്മുടെ കോൺഷ്യൻസ് നമ്മളെ ട്രബിൾ ചെയ്യും. ആൻഡ് ദെൻ സ്ലോലി ആ വോയിസ്, ഇപ്പം ഒരു കള്ളു കുടിച്ച് തുടങ്ങുന്ന ഒരാൾ, ഓക്കെ, ഒരു ആൽക്കഹോളിക് ഏറ്റവും ആദ്യം കുടിക്കാൻ ചെന്ന് ബാറി ഇരിക്കുമ്പോൾ, അല്ലെങ്കിൽ കുപ്പി പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഇരിക്കുമ്പം ഏറ്റവും ആദ്യം പുള്ളി അത് ചെയ്യാൻ തുടങ്ങുമ്പോൾ പുള്ളിയുടെ ചെവിക്കകത്ത് പുള്ളി അത് കേൾക്കും. ഇങ്ങനെ അമ്മയും അപ്പനും ചുറ്റുപാടും ഉള്ളവർ പറഞ്ഞത്, എടാ നീ അത് ചെയ്യല്ലെന്നാണ്. അപ്പൊ ആദ്യത്തെ പ്രാവശ്യം ആ ഒരു വോയിസ് കടന്നു ചെയ്തു. അടുത്ത പ്രാവശ്യം ചെന്നിരിക്കുമ്പോഴും കേൾക്കും, അടുത്ത 10 പ്രാവശ്യം കേൾക്കും, 50 പ്രാവശ്യം കേൾക്കുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ആ വോയിസ് ഡയൗട്ട് ചെയ്യും. മനസ്സിലായോ? അപ്പം നമ്മൾ സ്പിരിച്വൽ ഫോഴ്സസ് ആർ ഓൾവേസ് gentle to guide you into all things. പക്ഷെ ഡിമോണിക് ഫോഴ്സസ് അങ്ങനെയല്ല. ഡിമോണിക് ഫോഴ്സസ് നമ്മളെ ഞെക്കി പിടിച്ച് കൊണ്ടുപോകും. പക്ഷെ നമ്മളെ കൊണ്ടുപോകത്തില്ല. നമ്മൾ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഒരാളുടെ മുകളിൽ സൈറ്റിന് ആ ഒരു കൺട്രോൾ ഇല്ല. മനസ്സിലായോ? ഒരു വിശ്വാസിക്ക് മാത്രമേ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, ഒരു വിശ്വാസിക്ക് മാത്രമേ സൈറ്റാനിക് പവർ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. മനസ്സിലായോ? അവരെല്ലാം വിശ്വാസി അല്ലാത്തവരെല്ലാം ജഡത്തിൽ ജീവിക്കുന്നവരാ. നല്ല ആൾക്കാരായിരിക്കും, പക്ഷെ ജഡത്തിന് അടിമത്വം ഉള്ളവരാ. പക്ഷെ ഒരു വിശ്വാസി, കർത്താവിനെ യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും മായം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്ത ഒരു വ്യക്തിക്ക് ഒരു ഫണ്ടമെന്റൽ ഡെഫിനിഷൻ ഓഫ് എ ബിലീവർ ഇസ് ജസ്റ്റ് ദാറ്റ് മച്ച് കേട്ടോ. The moment Romans 10:9 പറയുന്ന പോലെ, the moment you confess that Jesus is your Lord, യേശുക്രിസ്തു എന്റെ കർത്താവായിട്ട് ഞാൻ ഏറ്റു പറഞ്ഞു കഴിഞ്ഞ്, ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് ഏറ്റു പറഞ്ഞു കഴിയുന്ന ഉടനെ എന്ത് പറ്റും? പരിശുദ്ധാത്മാവിന്റെ ഉള്ളിൽ വരും. സ്നാനം എടുക്കണ്ട, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കണ്ട, ചർച്ചിൽ പോകണ്ട, ഒന്നും ചെയ്യണ്ട. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അങ്ങനെ ഉള്ള ഒരു വ്യക്തിക്ക് പാപത്തിനെ നേരിടാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ബലത്തിലല്ല, പരിശുദ്ധാത്മാവിന്റെ ബലത്തിൽ. അപ്പൊ നമ്മൾ അങ്ങനെ നേരിട്ട് അതിനെ ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ കേൾക്കാൻ പറ്റുന്നത്. മനസ്സിലായി? അപ്പം പരിശുദ്ധാത്മാവ് നമ്മളെ സകല സത്യത്തിലേക്കും വഴി നടത്തും, പക്ഷെ നമ്മൾ കേൾക്കാൻ തയ്യാറായിരിക്കും. ഞാൻ ആക്ച്വലി ഓർക്കുന്നുണ്ട്, ഞാൻ ഞാൻ 2001 ഞങ്ങൾ അവിടെ ചെന്നത്. എനിക്ക് അവിടെ ചെല്ലുന്നതിന് മുമ്പ് എനിക്ക് ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം കിട്ടി. ഞാൻ വിശ്വാസത്തിൽ വരുന്ന പപ്പ ഗോസ്പെല് ഞങ്ങളുടെ പിള്ളേരായിട്ട് ഷെയർ ചെയ്തിട്ടാ. അപ്പം ഞങ്ങൾ അനേക വർഷം ഞാൻ ഗ്രേറ്റ് തന്നെ അപ്പോഴത്തേക്ക് 3 പ്രാവശ്യം കവർ ടു കവർ ഓൾഡ് ടെസ്റ്റ്മെന്റ് ന്യൂ ടെസ്റ്റ്മെന്റും വായിച്ചു. എന്ത് മനസ്സിലായെന്ന് ചോദിച്ചാൽ അന്നൊന്നും ചോദിക്കില്ല, ഒന്നും മനസ്സിലായിട്ടില്ല.
പക്ഷേ നമുക്ക് മനസ്സിലാവണമെന്നില്ല വായിക്കുന്നില്ല. അത് നമ്മുടെ സ്പിരിറ്റ് മാനിലോട്ട് ഇറങ്ങിച്ചെല്ലും. യുനോ ഇഫ് യു കീപ് റീഡിങ് ഇറ്റ് കണ്ടിന്യൂസ്ലി. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു ടൈം കഴിഞ്ഞ് ഞാൻ ഒമാനിൽ ചെന്നപ്പം I had my believers baptism, I had my ഹോളി സ്പിരിറ്റ് ബാപ്റ്റിസം, ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഒമാനിൽ ചെല്ലുന്നത്. അപ്പം ഒമാനിൽ ചെല്ലുമ്പോൾ ദൈവത്തിന്റെ സാഹചര്യത്തെ പറ്റി അറിയാം, ദൈവത്തിന്റെ വചനത്തെ പറ്റി അറിയാം. ഞാൻ ഓർക്കുന്നുണ്ട് ഞങ്ങളുടെ വീടിന്റെ കർട്ടൻ മാറ്റിയാല് ഞങ്ങള് നേരെ ഓപ്പോസിറ്റ് ഒരു റോഡുണ്ട്. ആ റോഡിന്റെ അറ്റത്ത് ഒരു സെറ്റ് ചെറിയ മലകളാ, നല്ല രസം കാണാൻ. ഓർക്കുന്നുണ്ട് ഒരു വിന്ററിലെന്ന് തോന്നുന്നു, 2003 വിന്ററിലെന്ന് തോന്നുന്നു, ഞാൻ കേർട്ടൻ മാറ്റിയിട്ടിട്ട് ഞാൻ അനേക ദിവസങ്ങൾ, എനിക്കൊന്നൊരു 10-15 ദിവസം കേർട്ടൻ മാറ്റിയിട്ടിട്ട് ഞാൻ ഈ കാര്യം മാത്രം ധ്യാനിക്കുമായിരുന്നു. ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ ആകാശത്തിനെയും ഭൂമിയും എല്ലാത്തിനും ഉണ്ടാക്കിയ ദൈവം റിയൽ ആണോ? ഓർത്ത് നോക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട്, ബൈബിൾ വായിക്കുന്ന വിശ്വാസിയ. ഇതൊക്കെ ആണെങ്കിലും നമുക്ക് ദൈവം ഉണ്ടെന്ന് അറിയാം. പക്ഷെ ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുമ്പോഴാ അതിന്റെ ആഴങ്ങളിലോട്ട് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റുന്നത്. മനസ്സിലായി? നമുക്കൊരു അൺഷേക്കബിൾ, കുലുങ്ങാത്തൊരു ഉറപ്പാണ് ഈ ദൈവം നമുക്ക് വേണ്ടി ഉണ്ടെന്നുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ എന്ത് പറ്റും? ഒരു പ്രതികൂലം വരുമ്പോൾ നമ്മൾ ഷേക്ക് ചെയ്യാം. മനസ്സിലായി? അതുകൊണ്ട് നമ്മൾ വി നീഡ് ടു ടേക്ക് ടൈം ടു ജസ്റ്റ് സിറ്റ് ഇൻ ഹിസ് പ്രസൻസ്. യുനോ ഇന്നോ ഈ ആഴ്ച എപ്പോഴെങ്കിലും 2-3 ദിവസം നിങ്ങൾ സമയമുള്ളപ്പം ചുമ്മാ കണ്ണടച്ചിരിക്കും. ഓക്കെ, എവിടെയെങ്കിലും ഇച്ചിരി ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് കണ്ണടച്ചിരുന്നിട്ട് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഗോഡ്. ജസ്റ്റ് തിങ്ക് അബൌട്ട് ഗോഡ്, ജസ്റ്റ് തിങ്ക് അബൌട്ട് ഗോഡ്സ് പ്രസൻസ്. കർത്താവിന്റെ സാന്നിധ്യത്തെ പറ്റി ചിന്തിക്കുക. കർത്താവ് നമ്മുടെ അടുത്തുണ്ടെന്ന് ചിന്തിക്കുക. ആ ഒരു റിയാലിറ്റിയെ പറ്റി ധ്യാനിക്കുക. നമ്മൾ അങ്ങനെ ധ്യാനിക്കുമ്പോണ്ടല്ലോ, നമ്മുടെ ഉള്ളിലേക്കൊരു, നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ എന്താണെങ്കിലും അത് വിഷയമല്ല. നമുക്ക് ഉടനെ നമ്മുടെ ഉള്ളിലൊരു പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇങ്ങനെ, യു ക്യാൻ എക്സ്പീരിയൻസ് ഇറ്റ്, യു വിൽ ഫീൽ എ പീസ് കമ്മിങ് ഓവർ യു. ഒരു ക്വയറ്റ്നെസ്, ഒരു ശാന്തത വരുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും, ഒരു സന്തോഷം വരുന്നത് അനുഭവിക്കാൻ പറ്റും. ഞാൻ ഏറ്റവും ആദ്യം ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്കത് മനസ്സിലായില്ല, അത് പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രസൻസ് ആയിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പം നമ്മളത് ചെയ്തിട്ട് ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ എപ്പോഴെങ്കിലും സമയമുള്ളപ്പം മേക്ക് ദിസ് എ കൺസിസ്റ്റന്റ് പ്രാക്ടീസ്. മനസ്സിലായോ? നമ്മളെല്ലാവരും ആത്മീയമായിട്ട് മുകളിലോട്ട് കയറിപ്പോകാനാണല്ലോ നമ്മളൊക്കെ ഇത്തിരി പ്രയർ ഗ്രൂപ്പ്സിലൊക്കെ ജോയിൻ ചെയ്യുന്നത്. അപ്പം നമ്മൾ ബൈബിൾ സ്റ്റഡീസിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് ടേക്ക് സം ടൈം, just sit down in his presence, close your eyes. Maybe ഒരു ഒത്തിരി ആൾക്കാർ വീടിനകത്തുള്ളവരാണെങ്കിൽ just close your door and just take maybe 10 minutes or 15 minutes, and കർത്താവിന്റെ സ്ഥാനത്തിനായിട്ട് സ്തോത്രം പറ. ആൻഡ് നമ്മൾ ഈ പറയുന്നതിനെക്കാട്ടിലും അപ്പുറം, ഓക്കെ, വർഷിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിലും അപ്പുറം കർത്താവിന്റെ സ്ഥാനത്തിനെ കുറിച്ച് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, ഒന്ന് ധ്യാനിക്കുക. And you will be able to get ദൈവത്തിന്റെ സാന്നിധ്യം കൂടുതൽ റിയൽ ആണ്. നമുക്ക് ആക്ച്വലി അത് എൻഡ് ഓഫ് ദി ഡേ അത് മാത്രം മതി. മനസ്സിലായോ? നമുക്ക് വേറെ ഒന്നിന്റെ ആവശ്യമില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ട്, ആ ഒരു ഉറപ്പുണ്ടെങ്കിൽ യു ഡൺ ലൈഫ്. ജീവിതത്തിലെ എല്ലാ പരാജയങ്ങളും നമ്മൾ ഓവർകം ചെയ്തു കഴിഞ്ഞു. ആ ഒറ്റ ഒരു കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അന്യഭാഷ വേണ്ട, നമുക്കൊന്നും വേണ്ട. കാര്യം എന്നാ, നമുക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇങ്ങനെ ആ ഒരു ഉറപ്പും ആ ഒരു വചനത്തിൽ ധ്യാനിക്കാനും പറ്റുവാണെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നമ്മൾ എപ്പോഴും വചനത്തിലോട്ട് കൊണ്ടുപോകും, എപ്പോഴും നമ്മളെ പരിശുദ്ധാത്മാവിന്റെ അടുത്തോട്ട് കൊണ്ടുപോകും, ഇല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു ബോട്ടിലേക്ക് പാസ് ഓവർ ചെയ്യാമെങ്കിൽ, ആ ഒരു തടസ്സം ഓവർകം ചെയ്യാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്കെല്ലാം ഉത്തരമായി. കാര്യം എന്നാ, നമ്മൾ ഈ പരിശുദ്ധാത്മാവിന്റെ ശബ്ദത്തിനെ ശ്രദ്ധിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പം അത് Psalms 46 എടുത്തേ. Psalms 46 verse 1.
ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു. ഉം. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു. ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവുമാണ്. കഷ്ടങ്ങൾ നമ്മുടെ ഏറ്റവും അടുത്ത തുണ. മനസ്സിലായോ? വേഴ്സ് 2 വായിച്ചേ. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും ഉം. പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും ഉം. അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും ഉം. അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല. 5 ദൈവം അതിന്റെ മധ്യേ ഉണ്ട്, ഉം. അത് കുലുങ്ങി പോവുകയില്ല. 8 ദൈവം അധികാരത്തിൽ അതിനെ സഹായിക്കും. 8 വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, ഉം. അവൻ ഭൂമിയിൽ എത്ര ശൂന്യത വരുത്തിയിരിക്കുന്നു. 10 മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവീൻ, ഞാൻ ജാതികളുടെ ഇടയിൽ ഉന്നതനാകും, ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. കണ്ടോ? അപ്പൊ ഈ വേഴ്സ്, ഈ സാംസിനകത്ത് പ്രത്യേകിച്ച് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇളക്കങ്ങളെ കുറിച്ചാണ്. മനസ്സിലായോ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ എപ്പോഴും ഒരു സൈറ്റാനിക് ഫോഴ്സ് നമ്മളെ, അല്ലെങ്കിൽ മനുഷ്യര് അല്ലെങ്കിൽ സാഹചര്യങ്ങൾ നമ്മളെപ്പോഴും കുലുക്കാൻ ഒരു ശ്രമം നടത്തും. ആക്ച്വലി ഈ ലോകത്തിലെ പ്രതികൂലങ്ങള് നമ്മളെ ആത്മീയ ജീവിതം കുലുക്കി കളയാൻ ഒരു അറ്റംപ്റ്റാണ്. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നതെല്ലാം, നെഗറ്റീവായിട്ടുള്ള എല്ലാം നമ്മുടെ ആത്മീയം കുലുക്കാനുള്ള ഒരു ശ്രമമാണ്. മനസ്സിലായോ? അപ്പം ബൈബിൾ എന്ത് പറയുന്നു? ബൈബിളിൽ പറയുന്നു കർത്താവ് നമ്മുടെ ഏറ്റവും അടുത്ത തുണ. ഓക്കെ, നമ്മള് ഭൂമി കുലുങ്ങി പർവ്വതങ്ങള് എരച്ച് കലങ്ങി സമുദ്രത്തിനകത്ത് വീണാലും നമ്മൾ അനങ്ങത്തില്ല, നമ്മൾ കുലുങ്ങത്തില്ല. വിൽ ബി അൺഷേക്കൺ. കാര്യമുണ്ടോ? വി നോ ഹൂ വി ആർ ട്രസ്റ്റഡ് ഇൻ. അപ്പം വേഴ്സ് 80 പറഞ്ഞു, see what വരുവീൻ, യഹോവയുടെ പ്രവൃത്തികളെ നോക്കുവീൻ, കേട്ടോ? അവൻ എത്ര ശൂന്യത. അതെ, അപ്പൊ നമ്മള് കർത്താവിൽ ആശ്രയിച്ചാല് നമ്മുടെ ഈ പ്രതികൂലങ്ങളെല്ലാം ശൂന്യമായിത്തീരും. മനസ്സിലായോ? വേഴ്സ് 10 പറഞ്ഞു നമ്മളെ പിന്നെ ഉറപ്പിക്കുക, മിണ്ടാന്ന് പറഞ്ഞാൽ മതി, നിങ്ങൾ ടെൻഷൻ ഒന്നും അടിക്കണ്ട, സമാധാനമായിട്ടിരി, ഇതെല്ലാം കൈകാര്യം ചെയ്യാനുള്ള കർത്താവ് ഞാൻ. ചെവി കേൾക്കാത്തത്, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്തതും, കണ്ണുണ്ടെങ്കിലും കാണാത്തതും, തല പോലൊരു ഷേപ്പ് ഉണ്ടെങ്കിലും ചിന്തിക്കാനും കപ്പാസിറ്റി ഇല്ലാത്ത ദൈവത്തിനെ അല്ല നമ്മൾ ആശ്രയിച്ചേക്കുന്നത്. മനസ്സിലായോ? കർത്താവ് നമുക്ക് പവർ തന്നിട്ടുണ്ട്, നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. ഐസയ 54:17 ഒന്ന് എടുത്തേ. ഐസയ 54:17 എല്ലാവർക്കും അറിയാവുന്നൊരു വാക്യമാണ്. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെയാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ എതിരെ ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. ബാക്കി വെച്ച് നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഓക്കെ, നീ കുറ്റം വിധിക്കും എന്നുള്ളത് ഐ മീൻ അത് മലയാളത്തില കണ്ടം എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരിക്കുന്നത് റാഷ എന്ന്. ഓക്കെ, ടു കണ്ടം, കുറ്റം വിധിക്കുന്നതാണോ കണ്ടം? ഒരു പക്ഷെ ഒരു വിധത്തിലായിരിക്കാം, പക്ഷെ വേറെ ഒരു മീനിങ് ഉണ്ട്. നമ്മള് ഒരു വണ്ടി ഇടിച്ചെന്ന് ഓർത്തു. ഓക്കെ, ഒരു വണ്ടി ഇടിച്ചെങ്കില് വണ്ടിയുടെ ഇപ്പൊ വണ്ടിക്ക് 1 ലക്ഷം രൂപ വില ഉണ്ടെങ്കിൽ 30,000 രൂപക്കാട്ടിലും കൂടുതൽ ഡാമേജ് റിപ്പയർ ചെയ്യാൻ വേണമെങ്കിൽ അതിനെ കണ്ടം ചെയ്യും, ഇൻഷുറൻസുകാർ കണ്ടം ചെയ്യും. അവർ പറയും ഇത് ഫിക്സ് ചെയ്തിട്ട് കഥയില്ലെന്ന് പറയും. ഓക്കെ, ഉപേക്ഷിക്കണം. ഉപേക്ഷിക്കുന്നതല്ല. അപ്പം ആ ഇൻഷുറൻസുകാര് ഈ വണ്ടിയെ കണ്ടം ചെയ്യും. ഓക്കെ, നമ്മുടെ ട്രിവാൻഡ്രം എറണാകുളം റൂട്ടില് നമുക്ക് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തോട്ട് വരും റൈറ്റ് സൈഡ് വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഒരു 4 വർഷം മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ട്. കുറെ വർഷം ആയിട്ട് അത് ഉണ്ട്. അത് ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിംഗ് ഓൾമോസ്റ്റ് കംപ്ലീറ്റഡ് ആയിട്ട് നമുക്ക് തോന്നും, പക്ഷെ അതിനകത്ത് ഒരു ആക്ടിവിറ്റി ഇല്ല. ഇപ്പൊ അത് ഇടിച്ചു കളഞ്ഞൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും ആ ഒരു ബിൽഡിംഗ്. ആ ബിൽഡിംഗ് മിസ് ചെയ്യാൻ വലിയ പാടാ. അപ്പൊ ആ ബിൽഡിംഗ് സ്ട്രക്ചറലി ഓക്കെയാ,
പക്ഷേ ഗവൺമെന്റ് അതിന്റെ ഫൗണ്ടേഷൻ ശരിയല്ലെന്ന് എന്തോ പറഞ്ഞു, അതിന്റെ ഒരു സൈഡ് ഇരിക്കുകയോ എന്തോ ചെയ്തു. അതുകൊണ്ട് ഗവൺമെന്റ് ആ ബിൽഡിംഗ് കണ്ടം ചെയ്തു. അതായത് നോട്ട് ഫിറ്റ് ഫോർ യൂസ് ആണ്. മനസ്സിലായേ? അപ്പം ഇവിടെ ബൈബിളിൽ പറഞ്ഞ എന്തുവാ, നമ്മുടെ എതിരെ we will condemn. No weapon, our verse no weapon that's formed against you will prosper. Every tongue that rises against you, you will condemn. നീ കുറ്റം വിധിക്കും. അതായത് നീ അതിനെ യൂസ്ലെസ് എന്ന് പറയും. നമ്മൾ ആ ഒരു വാക്ക് പറയുന്നതിന്റെ പുറത്തിരിക്കും ആ ഒരു പ്രതികൂലത്തിന്റെ അവസ്ഥ. മനസ്സിലായോ? അപ്പം നമ്മുടെ ജീവിതത്തിലെ പല പ്രതികൂലങ്ങൾ വരാൻ സൈറ്റ് നമുക്ക് നോക്കാം, കാണാം. അതാണ്ട് വരുന്നുണ്ട്. ഓക്കെ, പ്രശ്നങ്ങൾ വരുന്നുണ്ട്, പ്രതികൂലങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നമുക്ക് വിശ്വാസി എന്നുള്ള ഒരു ആടെ അധികാരം എന്തുവാ? വിശ്വാസി എന്നുള്ള ഒരു വ്യക്തിയുടെ അധികാരം വാ തുറന്ന് അതിനെ കണ്ടം ചെയ്യുന്നുള്ള. കർത്താവ് ചെയ്യുന്ന ചിന്തിക്കില്ല. ഇവിടെ ബൈബിളിനകത്ത് വ്യക്തമായിട്ട് നമ്മൾ എഴുതി വെച്ചേക്കും, നമ്മൾ വ്യക്തമായിട്ട് വായിക്കണം. ഇവിടെ പറയുന്നത് ദൈവം കണ്ടം ചെയ്യുന്നതാണോ? യു വിൽ കണ്ടം. മനസ്സിലായി? അപ്പൊ നമ്മുടെ ചുറ്റുപാടും വരുന്ന ഈ പ്രതികൂലങ്ങളെതിരെ നമ്മൾ വാ തുറന്ന് സംസാരിക്കണം. അയ്യോ എന്നല്ല പറയണ്ടേ. ഓക്കെ, അയ്യോ എന്ന് പറഞ്ഞാൽ പ്രതികൂലം കൂടുതൽ ഭാഷണകത്തേ ഉള്ളൂ. പക്ഷെ നമ്മൾ പറയണം, ഈ ഒരു പ്രതികൂലം എന്നെ തൊടത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പ്രശ്നം എന്താണെന്നറിയുമോ? നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതം ഈ ഇത്രയും വർഷം ഈ പരിശുദ്ധാത്മാവിനെ ഇഗ്നോർ ചെയ്ത് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ കൈകാര്യം ചെയ്യട്ടെ എന്ന് ഉള്ള ഓട്ടത്തിലായോണ്ട് നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ കപ്പാസിറ്റിയെ പറ്റി നമ്മൾ ചിന്തിക്കത്തില്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ചിന്ത എന്തുവാ? ഓക്കെ, ഇപ്പൊ നമ്മൾ ഒരു ലെവലിൽ വരെ എത്തിയ വിശ്വാസിയാണെങ്കിലും വലിയ പ്രശ്നം കാണുമ്പോൾ നമ്മുടെ ചിന്ത ഇതെങ്ങനെ സംഭവിക്കും? അതല്ല നമ്മുടെ വിഷയം. എങ്ങനെയെന്നുള്ളത് പരിശുദ്ധാത്മാവിന്റെ ദൈവത്തിന്റെ വിഷയമാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യേണ്ടേ? കർത്താവ് പറഞ്ഞ് Proverbs 3:5 പറഞ്ഞ് ട്രസ്റ്റ് ഇൻ ദി ലോർഡ് വിത്ത് ഓൾ യുവർ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലെ ആശ്രയിക്കാനാ പറഞ്ഞത്. അന്ന് വായിച്ച് ട്രസ്റ്റ് Proverbs 3:5. Proverbs 3:5. നിന്റെ എല്ലാ വഴികളിലും അവനെ നിന്ദിച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. നിനക്ക് തന്നെ അതിന്റെ മീനിങ് ആശ്രയിക്കാൻ. 3:5 അല്ല മമ്മി 6 വായിച്ചേ. 3:5 അതോ 3:5? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. എല്ലാ വഴികളിലും അവനെ നിന്ദിച്ചുകൊള്ളുക. നമ്മളെന്നെ ചെയ്യുന്നറിയാമോ? സ്വന്തം വിവേകത്തിൽ ഊന്നല്ല, നമ്മൾ നേരെ തിരിക്കും അത്. ഓക്കെ, സ്വന്തം വിവേകത്തിൽ ഊന്നണം, പൂർണ്ണ ദൈവത്തെ ആശ്രയിക്കില്ല. നമ്മളങ്ങനെ പറയത്തില്ല കേട്ടോ, നമ്മളെല്ലാം ആത്മീയ, നമ്മളൊന്നും അങ്ങനെ പറയത്തില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്നതാണ്, കാണിക്കുന്നത്. മനസ്സിലായി? നമുക്ക് ഈ മല വരുന്നത് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് പറയുമ്പോ പറ്റത്തില്ലേ എന്ന് പറയുമ്പോഴെന്തോ ചെയ്തു, നമ്മൾ അവിടെ വീണ് കഴിഞ്ഞു. മനസ്സിലായോ? അപ്പൊ ഈ പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് നമ്മളിൽ ആശ്രയിച്ചു. ആർക്ക് പറ്റത്തില്ല നമ്മൾ പറയുന്നത്? നമുക്ക് പറ്റത്തില്ലെന്ന് നമ്മൾ പറയുന്നത്, ദൈവത്തിന് പറ്റത്തില്ലെന്നല്ല നമ്മൾ പറയുന്നത്. ഓക്കെ, പൂർണ്ണ ഹൃദയത്തെ നമ്മൾ കർത്താവിനെ ആശ്രയിക്കുകയും ചെയ്തില്ല. അതിന്റെ വേറെ ഒരു എക്സാമ്പിൾ, നമ്മുടെ ജീവിതത്തിൽ ടെൻഷൻ ഉണ്ടോ? ചിലരൊക്കെ ടെൻഷനിൽ PhD എടുത്തവരാ. കർത്താവിനെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയുടെ ഗതി അതാണോ? പൂർണ്ണ ഹൃദയത്തോടെ ടെൻഷൻ അടിക്കുക. നമ്മളതൊക്കെ നിർത്തിവെക്കണം. ആക്ച്വലി നമ്മള് അതൊരു ഇൻട്രസ്റ്റിംഗ് വേഴ്സാ. മാത്യു 6 എന്ന് എടുത്തേ. മാത്യു 6. മാത്യു 6 ഒരു സെക്കൻഡ് ഞാൻ ആ വേഴ്സ് എടുക്കട്ടെ. അവിടെ പറയുന്നുണ്ട് ഡു നോട്ട് വറി എന്ന് പറയുന്നുണ്ട്.
Okay, take no thought എന്നാ. Take no thought. 31 അമ്മ വായിച്ചേ. 28 വായിച്ചേ. ആകയാൽ ആകയാൽ നാം എന്ത് ആകയാൽ തിന്നും സോറി 25 വായിച്ചേ. ആദ്യത്തെ ആ ടേക്ക് നോ തോട്ട് എന്നുള്ളത് മാത്രം വായിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. വിചാരപ്പെടല്. ഓക്കെ ഓക്കെ. വേഴ്സ് 27 കണ്ടോ? അവിടെയും വിചാരപ്പെടലെന്നുണ്ട്. വിചാരപ്പെടുന്നതിനാൽ അല്ല വായിക്കണ്ട, വായിക്കണ്ട, അത് നോക്കിയാൽ മതി. വിചാരപ്പെടലെന്നുണ്ട്. 28 കണ്ടോ? അവിടെയും വിചാരപ്പെടലെന്നുണ്ട്. ഓക്കെ. 31 കണ്ടോ? വിചാരപ്പെടൽ. എന്ത് കുടിക്കും എന്ത് തിന്നും എന്ത് ഉടുക്കും എന്നുള്ള വിചാരപ്പെടൽ. 32 പറയുന്നുണ്ട് ജാതികളല്ലോ ഇതൊക്കെ അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. കേട്ടോ? അപ്പൊ നമ്മളാരും ജാതികളല്ല, പക്ഷെ നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മൾ ജാതികളാണ്. വിചാരപ്പെട്ടാൽ എന്നൊരു കൺസേൺ വേണ്ടെന്നല്ല, ആങ്സൈറ്റി വേണം. ഓക്കെ. കർത്താവിന്റെ വായിക്കാത്തെല്ലാം കുടഞ്ഞിടുന്നവര് നാളെ ജോലിക്ക് പോയിരുന്ന വേറെ പണിയായി. ഓക്കെ. അത് മണ്ടത്തരാണ്. ഓക്കെ. വേഴ്സ് 34 കേട്ടോ, വിചാരപ്പെടില്ല. എത്ര പ്രാവശ്യം അവിടെ വായിച്ചു? എനിക്കൊന്നൊരു 5-6 പ്രാവശ്യം മിനിമം വായിച്ചില്ലേ വിചാരപ്പെടൽ. നമ്മൾ എപ്പോഴും ഓർക്കണം, ബൈബിളിനകത്ത് ഒരു പോർഷൻ ഹീബ്രുവിലും ഗ്രീക്കിലും ഒക്കെ നമുക്ക് ഇംഗ്ലീഷില് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉണ്ട് അല്ലെ, അണ്ടർലൈൻ ഉണ്ട്, കോട്ട്സ് ഉണ്ട്, എംഫസിസ് ഉണ്ട്. പക്ഷെ ഈ ഗ്രീക്കിലും ഹീബ്രുവിലും ഒന്നും അതില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഒരു കാര്യം നമ്മൾ ഇംഗ്ലീഷിൽ ഊന്നി പറയുവാണെങ്കിൽ നമ്മൾ തന്നെ ചെയ്യും, അണ്ടർലൈൻ ചെയ്യും അല്ലേ. നമ്മുടെ ബുക്ക് വായിക്കാൻ നമ്മൾ അണ്ടർലൈൻ ചെയ്യും, മാർക്ക് ചെയ്യും. പക്ഷെ ഹീബ്രുവിലും ഗ്രീക്കിലും ഈ പരിപാടികളില്ല. അപ്പം ഒരു എഴുത്തുകാരൻ ഒരു കാര്യം ഊന്നി പറയണമെങ്കിൽ എന്നാ ചെയ്യുന്നറിയുമോ? അവരാ പറഞ്ഞ തന്നെ പിന്നെ എഴുതി വെക്കും. മനസ്സിലായി? ഈ ഒരു പോർഷനില് കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ വിചാരപ്പെടല്ല. എത്ര പ്രാവശ്യം എഴുതി അവിടെ ആ ഒരു ചെറിയ പോർഷനില്? 10-15 വേഴ്സസില് ഒരു 5-6 പ്രാവശ്യം പരിശുദ്ധാത്മാവ് ഊന്നി 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 പറഞ്ഞു. ഓക്കെ. എനിക്ക് തോന്നുന്നു പരിശുദ്ധാത്മാവ് ഒരു പക്ഷെ ഇങ്ങനെ വേണ്ടിയായിരുന്നു, ഒരു 4-5 വേഴ്സസ് നിങ്ങളെ വിചാരപ്പെടല്, നിങ്ങളെ വിചാരപ്പെടല്, നിങ്ങളെ വിചാരപ്പെടല്, നിങ്ങളെ വിചാരപ്പെടല്, നിങ്ങളെ വിചാരപ്പെടല്. 5-6 വേഴ്സസ് പറഞ്ഞെങ്കിൽ ഒരു പക്ഷെ നമുക്ക് കത്തിയത്. ഓക്കെ. നമ്മൾ ശ്രദ്ധിച്ച് ഓടിച്ച് വായിക്കുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു പോർഷൻ കാണുന്നില്ല. അപ്പം പരിശുദ്ധാത്മാവ് നമ്മുടെ വ്യക്തമായിട്ട് ഉറപ്പിച്ച് പറയുന്നൊരു കാര്യം, നിങ്ങൾ വിചാരപ്പെടല്ല, നിങ്ങൾ ടെൻഷൻ അടിക്കില്ല, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ ആശ്രയിക്കാം, നിങ്ങളുടെ വിവേകത്തിൽ ഊന്നല്ല. ഓക്കെ. അങ്ങനെ വീണ്ടും 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 പരിശുദ്ധാത്മാവ് നമ്മളെ പുഷ് ചെയ്യാൻ കാണാനല്ല. നമ്മൾ മനുഷ്യരാ, ഇത്രയും വർഷം നമ്മൾ ലോകത്തിൽ ജീവിച്ചവരാ. ഈ ഒരു പോയിന്റ് എത്തിയപ്പോൾ നമ്മൾ കർത്താവിനെ ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ വായും കൊണ്ട് ഏറ്റുപറയുകയും ചെയ്തു. ആ ഒരു പോയിന്റ് കഴിഞ്ഞ് മുമ്പോട്ടുള്ള ഓട്ടം ഒത്തിരി വ്യത്യാസമുള്ളതായിരിക്കണം. ഓക്കെ. ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം ഓർത്ത് നോക്കാം, അനേക വിശ്വാസികളുടെ ജീവിതം എടുത്താൽ നമ്മുടെ ഒരു പക്ഷെ അങ്ങനെ ആയിരുന്നായിരിക്കാം, പക്ഷെ അങ്ങനെ ആകല്ല, അങ്ങനെ അതിനൊരു ചേഞ്ച് വേണം. ഓക്കെ. ഓർത്ത് നോക്കുക, അനേക വിശ്വാസികളുടെ ജീവിതം എങ്ങനെയാണെന്നറിയുമോ? ഇവന് ലോകത്തിൽ ജീവിച്ചപ്പോൾ ഓർത്ത് നോക്കുക, ജീവിതം ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെന്ന് ഓർത്തു, ഇങ്ങനെ ഒരു സ്ട്രൈറ്റ് ലൈൻ. ഓക്കെ. അപ്പം ലോകത്തിൽ ജീവിച്ചപ്പം ഈ വിധത്തിൽ ഓടി. ഓക്കെ. കള്ളം പറയുന്നത്, ഓക്കെ, കള്ളുകൂടിയൊക്കെ ഒരു ലെവൽ കഴിയുമ്പോഴാണ് അതൊന്നും മിക്കവർക്കും കാണത്തില്ല. ഓക്കെ. മിക്കവരും വലിയ പ്രശ്നക്കാരല്ലല്ലോ, മിക്കവരും നല്ല ആൾക്കാര്. അപ്പം പക്ഷെ കള്ളം പറയും ഇടയ്ക്കിടയ്ക്കൊക്കെ, തോന്നിവാസം കാണിക്കും, പേരൻസിനെ ഓണർ കൊടുക്കേണ്ടത് കൊടുക്കത്തില്ല. ഇതൊക്കെ സോക്കോൾ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ഒത്തിരി ഒത്തിരി തടസ്സം വരുത്തും ഇതില്ല. അപ്പം ഒരു വിധത്തിലാണ് പുള്ളി ജീവിക്കുന്നത്. ഈ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പം പുള്ളി വിശ്വാസത്തിൽ വന്നു. വിശ്വാസത്തിൽ വന്നു കഴിഞ്ഞിട്ടും ഈ പുള്ളിയുടെ ജീവിതത്തിലെ സ്വഭാവത്തിന് വ്യത്യാസമൊന്നുമില്ല. ആത്മീയമായിട്ട് വ്യത്യാസം വന്നോ? ബ്രദറെ വിശ്വാസത്തിലാണോ, സിസ്റ്ററെ വിശ്വാസത്തിലാണോ ചോദിച്ചാൽ വിശ്വാസത്തില്ല, പക്ഷെ നേരത്തെ കയ്യിൽ മുഴുവൻ ഉണ്ട് കയ്യില്. മനസ്സിലായോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളൊരു പീസ് പേപ്പർ എടുത്ത് കത്തിച്ചാല് പേപ്പർ എന്താവും? ചാരമാകും അല്ലേ? ആ ചാരത്തിനകത്തുനിന്ന് തിരിച്ച് നമുക്ക് ആ പേപ്പർ വേണമെന്ന് പറഞ്ഞ്, ഞാനത് എന്തോ എഴുതിയിരുന്നു, അറിയാതെ കത്തിച്ചാ എനിക്കത് വായിക്കണമെന്ന് പറഞ്ഞ് തിരിച്ചെടുത്ത് വെച്ചാൽ വല്ലതും നടക്കുമോ?
കാര്യം എന്തുവാ? അതിനൊരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചു. അതിനെ തിരിച്ച് പഴയ സ്റ്റേറ്റിലോട്ട് ആക്കാൻ പറ്റാത്ത ഒരു ഷേപ്പിലോട്ട് അത് നീങ്ങിക്കഴിഞ്ഞു കെമിക്കലി. ഓക്കെ, നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അടുത്തും ദൈവത്തിന്റെ അടുത്തും വരുമ്പോഴങ്ങനെ നമുക്കൊരു കെമിക്കൽ ചേഞ്ച് ഉണ്ടായത്. ആ ഒരു കെമിക്കൽ ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ കണ്ടില്ല എങ്കിൽ നമ്മൾ ചുമ്മാത് പറയുക നമ്മൾ ആത്മീയരാണ്. നമ്മൾ വിശ്വാസത്തിൽ വന്നു, ഹൃദയം കൊണ്ട് വിശ്വസിക്കാൻ മായങ്ങൾ ഏറ്റുപറയും ചെയ്തു. പക്ഷെ ആ ഒരു തീയും കൊണ്ട് നമ്മുടെ ജീവിതത്തിലോട്ട് എഫക്റ്റ് ഒന്നും ഉണ്ടായില്ല. അതാണല്ലോ ബൈബിൾ പറഞ്ഞത്, ഞാൻ ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ആ ഒരു വേഴ്സ് ഇപ്പൊ എന്റെ മനസ്സിൽ കയറുകയാണ്. മനസ്സിലായി? അപ്പൊ നമ്മുടെ ജീവിതത്തിലോട്ട് ദൈവത്തിന്റെ സാന്നിധ്യം വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറെ മാറ്റങ്ങൾ വരണം. ആ മാറ്റം വന്നില്ല എങ്കിൽ നമ്മുടെ വാ പിന്നെ ലൂസാ, നമ്മുടെ വാ പിന്നെ റൂഡാ, നമ്മുടെ വാ പിന്നെയും ആവശ്യമില്ലാത്ത സംസാരിക്കും. ഓക്കെ, ഇതൊന്നും ഒരു നിമിഷം കൊണ്ട് ചേഞ്ച് വരത്തില്ല. ആ തീ കൊണ്ട് ഈ പേപ്പർ, എനിക്കറിയത്തില്ല നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെന്ന്, നല്ലൊരു ചൂടുള്ള തീയുടെ അടുത്തോട്ട് ഒരു പീസ് പേപ്പർ കൊണ്ടോ എന്നെ പറ്റുമെന്ന് അറിയാമോ? തീക്ക് കാത്തോട്ട് ഇട്ടില്ല എങ്കിൽ ആ തീയുടെ ചൂടനുസരിച്ച് ആദ്യം പേപ്പർ ഇച്ചിരി കറക്കും. ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യം ഇച്ചിരി ഒന്ന് കറക്കും. കറുത്തിട്ട് തീയുടെ മാറ്റിയിലുടനെ അതങ്ങനെ ആ കറുപ്പ് അങ്ങ് ഉറപ്പാകും അവിടെ. അത് പിന്നെ തിരിച്ച് വരത്തില്ല. ഇച്ചിരി അടുത്ത് കൊണ്ടുപോകണമെങ്കിൽ ഇച്ചിരി എളുപ്പം കറക്കും, ഇച്ചിരി അകത്തോട്ട് കൊണ്ടുപോകണമെങ്കിൽ പിന്നെ തീ കത്തും. മനസ്സിലായി? അപ്പൊ നമ്മൾ ഈ ദൈവത്തിന്റെ സാന്നിധ്യത്തിലോട്ട് എത്രയും അടുക്കുന്നോ അതനുസരിച്ചിരിക്കും ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ എഫക്റ്റ് നമ്മുടെ ജീവിതത്തിന്റെ മുകളിലോട്ട് വരാൻ. അപ്പൊ നമുക്ക് പിന്നെ വറിയുടെ ഒരു വിഷയം ഉണ്ടെങ്കിൽ, നമ്മൾ വിചാരപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് മനസ്സിലാക്കണം? നമ്മൾ ഈ തീയുടെ അടുത്ത് വരേണ്ട പോലെ വന്നിട്ടില്ല. മനസ്സിലായോ? നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറണമെന്നൊന്നുമില്ല. നമ്മുടെ ജീവിതം മാറാൻ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരണ്ട. നമ്മളെപ്പോഴും ഓർക്കും, ഈ ഒരു പ്രശ്നം തീർന്നിരുന്നെങ്കിൽ, ആ ഒരു പ്രശ്നം തീർന്നിരുന്നെങ്കിൽ എനിക്ക് സന്തോഷിച്ച് ജീവിക്കുമായിരുന്നു കർത്താവിന്റെ സന്നിധിയിൽ. നോ നോ നോ, ദാറ്റ്സ് നോട്ട് ട്രൂ. കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്ന ഈ ലോകത്തിൽ ജയോത്സവമായിട്ട് ജീവിക്കാനാണ്. മനസ്സിലായോ? എനിക്ക് അതുണ്ടായിരുന്നെങ്കിൽ, എനിക്ക് ഇതുണ്ടായിരുന്നെങ്കിൽ, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ, ഞാൻ ഇങ്ങനെ ആയിരുന്നെങ്കിൽ, ചിലർ എനിക്ക് ഇച്ചിരിയുടെ നീളം ഉണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരിയുടെ കളർ ഉണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരിയുടെ കാശ് ഉണ്ടായിരുന്നെങ്കിൽ, ഇച്ചിരിയുടെ പഠിത്തം ഉണ്ടായിരുന്നെങ്കിൽ, വേറെ ഒരാളെ കെട്ടിയിരുന്നെങ്കിൽ, മനസ്സിലായോ? നമുക്ക് അതൊന്ന് അങ്ങോട്ടൊന്നും പോകണ്ട. നമ്മള് ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് നമ്മളെ ജയോത്സവമായിട്ട് ജീവിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു ദൈവം നമ്മുടെ കൂടെ ഉള്ളത്. മനസ്സിലായോ? അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ശ്രദ്ധിക്കണം. വി ജസ്റ്റ് നീഡ് ടു ഇവാലുവേറ്റ് വേർ വി ആർ. അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ട് ഈ ആഴ്ച ഇച്ചിരി സമയം നമ്മള് കർത്താവിന്റെ സന്ധിയിൽ ഇരിക്കും. ഓക്കെ, കർത്താവിന്റെ സന്ധി ഇരിക്കും. എന്ത് പറ്റുന്നത്? ഈ പേപ്പർ തീയുടെ അടുത്തോട്ട് വരിക. പേപ്പർ തീയുടെ അടുത്തോട്ട് വന്നിട്ട് നമ്മൾ ചെയ്യുന്നത് നമ്മള് we need to realign ourselves to the word. മനസ്സിലായോ? നമ്മള് ഒരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ നമ്മൾ തന്നെ റൂളർ യൂസ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ ഒരു വര വരച്ചാൽ സ്ട്രൈറ്റ് ആകാതിരിക്കും, പക്ഷെ പെർഫെക്റ്റ്ലി സ്ട്രൈറ്റ് ആണോ? എഞ്ചിനീയറിംഗ് ആ സ്ട്രൈറ്റ്നെസ്സും കൊണ്ട് ഗുണമില്ല, അല്ലെ? നമ്മളിപ്പോ ഒരു വീടിനൊരു ഡിസൈൻ വരയ്ക്കുക, വരയ്ക്കുകയാണെങ്കിൽ അവര് സ്കെയില് തിരിച്ചും വളച്ചും വെച്ച്, അതായത് ആദ്യം ഒരു സ്കെയില് ഇങ്ങനെ വെച്ച് വരച്ചെങ്കിൽ, ഇങ്ങനെ വെച്ച് സ്ട്രൈറ്റ് ആയിട്ട് ഒരു വര വരച്ചു നോക്കും, പിന്നെ തിരിച്ചു വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കും. ആ രണ്ട് ലൈൻസും ഒരേപോലെ പോകുന്നില്ല എങ്കിൽ ആ സ്കെയിൽ സ്ട്രൈറ്റ് അല്ല. ആ സ്കെയിൽ എടുത്ത് കളഞ്ഞിട്ട് വേറെ സ്കെയിൽ കൊണ്ടുവരും. മനസ്സിലായി? അപ്പൊ നമ്മുടെ ജീവിതം നമ്മൾ വചനവുമായിട്ട് അലൈൻ ചെയ്യുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ ജീവിതത്തിന് ആ തീയുടെ അനുഭവം വരും. എപ്പോഴും ചിലർ ചിന്തിക്കും, ഞാൻ എന്റെ ജീവിതത്തിൽ എന്തോ മാറ്റേണ്ടിയെന്ന്. ഓക്കെ, അത് വലിയൊരു ചോദ്യമാണ്, അല്ലെ? വാട്ട് ഡു ഐ നീഡ് ടു ചേഞ്ച് ഇൻ മൈ ലൈഫ്? അതൊരു സിമ്പിൾ ആൻസറാ. പക്ഷെ നമ്മൾ എന്തോ ചേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയാമോ? നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യം നമ്മൾ ചേഞ്ച് ചെയ്യേണ്ടി. ഇറ്റ്സ് എ ബിഗ് സോ കോൾഡ് സീക്രട്ട്. നമ്മളോർക്കും, കർത്താവെ ഞാൻ എന്തോ ചേഞ്ച് ചെയ്യേണ്ടി, എന്റെ അത് ചേഞ്ച് ചെയ്യണോ, ഇത് ചേഞ്ച് ചെയ്യണോ? ഒന്നും വേണ്ട. നമ്മൾ എന്തോ എപ്പോഴും കേൾക്കുന്നത്? വാട്ട് യു ഹിയർ? ഒന്നെങ്കിൽ ആൾക്കാർ പറഞ്ഞത്,
നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ പറയും നിനക്ക് ഭയങ്കര ദേഷ്യമാണ്. എന്തോ മൂക്കിന്റെ അറ്റത്താ ദേഷ്യം ഇരിക്കുന്നത് ചിലര്. അത് നമ്മൾ എപ്പോഴും കേൾക്കുവാണെങ്കിൽ അത് വചനപ്രകാരം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ദേഷ്യപ്പെടണമെന്ന് ഞാൻ പറഞ്ഞില്ല. ചിലർ പറയും ദേഷ്യപ്പെടുന്ന പാവമാണ്. ഇല്ല, ദേഷ്യപ്പെടുന്ന പാവമല്ല. ദേഷ്യത്തിനൊരു ബാലൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ചിലർക്കുണ്ട് ഭ്രാന്ത് പിടിച്ച ദേഷ്യമില്ല. ദേഷ്യം വന്നു കഴിയുമ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് അറിയത്തില്ല. സാധനം എടുത്ത് ടിവിയുടെ മുകളിൽ എറിഞ്ഞു, പാത്രം എല്ലാം കൂടെ തള്ളിയിട്ടു പൊട്ടിച്ച്. പണ്ടത്തെ കാലത്തെ അപ്പച്ചന്മാരെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ചട്ടിയും കാലവും കൂടെ എല്ലാം കൊണ്ട് കിണറ്റിനകത്ത് കൊണ്ടിടും. ദേഷ്യം അതൊക്കെ ഔട്ട് ഓഫ് കൺട്രോൾ ദേഷ്യമാണ്. അതല്ല ദേഷ്യം. ദൈവം കർത്താവ് നമുക്ക് ഈ ഇമോഷൻസ് തന്നേക്കുന്നത് തന്നെ എന്തിനാണെന്നറിയാമോ? നമുക്ക് വചനം അനുസരിച്ച് വചനത്തിന്റെ വിപരീതമായിട്ടുള്ളതിനടുത്ത് പ്രതികരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ ഇമോഷൻസ് തന്നേക്കുന്നത്. മനസ്സിലായി? നമ്മുടെ പിള്ളേരെ ഓടേണ്ട പോലെ ഓടിയില്ലെങ്കിൽ ദേഷ്യപ്പെടുന്നതിന് ഒരു തെറ്റുമില്ല. രണ്ടെണ്ണം കൊടുക്കുന്നതിനും തെറ്റില്ല. ഞാനിവിടെ വന്ന തന്നെ ഞങ്ങൾ 4 വർഷം ഇവിടെ വന്നിട്ട് പിള്ളേരെല്ലാം ഒരു പ്രായത്തില. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ഇയർ, ഒരാള് ഗ്രേഡ് 10, മൂന്നാമത്തെ ആള് ഗ്രേഡ് 7. അപ്പൊ ഏറ്റവും ആദ്യം വന്നപ്പോ ആരാണ്ട് ഇവരിൽ US വന്നു കഴിയുമ്പോൾ പിള്ളേരെ തൊടലടിക്കില്ലെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ അത് ഞങ്ങളുടെ സ്റ്റേറ്റിൽ അത് ബാധകമല്ല. അത് അബ്യൂസിലോട്ട് പോയാലേ ഉള്ളൂ പ്രശ്നം. അപ്പം ഞങ്ങളുടെ പിള്ളേർ ആരാണ്ട് സ്കൂളിൽ പോയിട്ട് വന്നു. അപ്പൊ 911 എന്തുവാന്ന് അറിയാമോ? 911 പോലീസിനെ വിളിക്കുന്നു. അപ്പം ഞങ്ങളെ അടിച്ചാൽ 911 വിളിക്കുന്നെന്തോ അവരങ്ങനെ പറഞ്ഞ കാണത്തില്ല, ഓർക്കുന്നില്ല എക്സാക്ട്ലി എന്തോ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ബൈബിളിൽ പറഞ്ഞു മക്കളെ ശിക്ഷിക്കേണ്ടി. അപ്പം ചുമ്മാ എടുത്തിട്ട് അടിക്കണതല്ലല്ലോ. ഞാൻ പറഞ്ഞു ചിലവും ബൈബിളിൽ പറഞ്ഞ മണ്ടത്തരം ഒരു കുഞ്ഞിന്റെ ഹൃദയത്തിലുണ്ട്. 2 അടി കൊടുക്കുന്നതുകൊണ്ട് പിള്ളേർ നഷ്ടമൊന്നും പോകത്തില്ല. പക്ഷെ എന്ത് പറ്റും, അവര് ഓൺ ട്രാക്ക് ആകും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് നിങ്ങൾ 911 വിളിച്ചാലും ശരി, ആരെ വിളിച്ചാലും ശരി, നിങ്ങളെ ശിക്ഷിക്കണമെങ്കിൽ ഞാൻ ശിക്ഷിക്കും. അടിയെങ്കിൽ അടി, വഴക്കെങ്കിൽ വഴക്ക്. നിങ്ങൾ കംപ്ലൈന്റ് ചെയ്ത് പോലീസ് എന്നെ പിടിച്ചോണ്ട് പോയാൽ ഞാൻ അങ്ങോട്ട് പോകും. പോലീസ് നിങ്ങളെ കൊണ്ട് വേറെ വല്ല വീട്ടിൽ വിടും. നിങ്ങൾക്ക് അതുവഴി പോകണമെങ്കിൽ നിങ്ങൾ ചെയ്തു. പക്ഷെ ഞാൻ ബൈബിൾ പ്രമാണിക്കുന്ന വിടത്തില്ല. അതോടുകൂടെ ആ 911 അവസാനത്തെ ഡിസ്കഷൻ ആയിരുന്നു ഞങ്ങളുടെ വീട്ടിലത്. മനസ്സിലായി? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വചനപ്രകാരം ഓടണം. മനസ്സിലായി? അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയില്ല. നമ്മൾ എപ്പോഴും കേൾക്കുന്നത് ശ്രദ്ധിക്കണം. പശ്ചാത്തലം എപ്പോഴും പറയും ഇത് കറക്റ്റ്, ഇത് കറക്റ്റ്. നീ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, രാവിലെ എഴുന്നേറ്റ് ബൈബിൾ വായിക്കും, ഈശ്വരന്റെ സന്ധിച്ചു ഇരിക്കുക, വചനം ധ്യാനിക്കുക. പശ്ചാത്തലത്തിന്റെ ശബ്ദം നമ്മൾ കേട്ടാൽ എന്നെ ചെയ്യണം? അത് അതുപോലെ അങ്ങ് അനുസരിക്കണം. നമ്മൾ അങ്ങനെ അനുസരിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ മാറുന്നത്. ഈ മലമുകൾ മാറുന്നത് ആ ഒരു പോയിന്റില്ല. അതുവരെ നമ്മള് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ അകത്തുനിന്നല്ലാതെ ഈ ഒരു മല നേരത്തെ ഈ മല നമ്മളെ കൊണ്ട് പോകും. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ മറവിൽ നിന്ന് നമ്മള് ഈ മലയെ നമ്മൾ കണ്ടം ചെയ്താൽ, ഓക്കെ, ഈ മലയ്ക്ക് ഒരു അനക്കം വരത്തില്ല. മനസ്സിലായി? അതാ ചിലര് ബന്ധിച്ചാലും ആ ഒരു എഫക്റ്റ് ഇല്ലാത്ത. അതിനകത്ത് ഇങ്ങനെ ചിന്തിക്കണ്ട, ഞാൻ ഇതെല്ലാം ഒരു ആത്മീയ വളർച്ചയുടെ അവസാനത്തിൽ എത്തുകൊള്ളുന്നു. ഇത്രയും മാത്രം ശ്രദ്ധിക്കാം. ഞാനിപ്പോ എപ്പോഴും നമ്മൾ എന്ത് കേൾക്കുന്നു എന്നുള്ളത് അതിനെപ്പറ്റി ചിലർക്കൊരു ക്വസ്റ്റ്യൻ കാണും. ഇത്രേ ഉള്ളൂ. ഒരു 10 സെക്കൻഡ് എടുത്ത്, ഇപ്പം ഒരു 10 സെക്കൻഡ് എടുക്കുക, ഓക്കെ, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് എടുക്കുക. ഒന്ന് ചിന്തിക്കുക, ഉള്ളിൽ എന്തോ കേൾക്കുന്ന ഒന്ന് ശ്രദ്ധിക്കുക. നമ്മള് ഏതൊരു സ്ഥലത്താണ് നമ്മള് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാറി ഓടുന്നതെന്ന് ഒന്ന് ശ്രദ്ധിക്കുക. രാവിലെ പ്രാർത്ഥിക്കാത്തതാണോ? ബൈബിൾ വായിക്കാത്തതാണോ? നമ്മള് ഒരു വല്ലാത്തൊരു സംസാരിച്ചാണോ? നമ്മള് ടെൻഷൻ അടിക്കുന്നതാണോ? ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കൊടുത്തരും. നമ്മൾ കേൾക്കാനൊന്നും തയ്യാറായില്ല. അപ്പം ഒരു 10 സെക്കൻഡ് ചെറിയൊരു എക്സസൈസ് ആയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ചെയ്തിട്ട് എന്തോ കിട്ടിയെന്ന് പറയണ്ട. എന്തെങ്കിലും കിട്ടിയെങ്കിൽ കൈ ഒന്ന് പൊക്കിയാൽ മതി. And then you'll be able to see that is the reality. പരിശോധന എപ്പോഴും നമ്മുടെ ഇടപെടാൻ നമ്മുടെ റെഡിയാണ്.
ഓക്കെ ഓക്കെ. ഒരു 10 സെക്കൻഡ് കണ്ണടച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് കണ്ണടച്ചിരിക്കുക. 30 സെക്കൻഡ് കണ്ണടച്ചിരുന്നിട്ട് just think, Lord, what is it that I need to change? എന്തോ ചേഞ്ച് ചെയ്യുക. കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുക. കേട്ടോ? കിട്ടിയോ? എനിക്ക് കിട്ടി. ആർക്കും കിട്ടിയില്ലേ? ഞാൻ മാത്രമുള്ള പാപി? അത് കറക്റ്റ് ചെയ്യാം. ഓക്കെ, അത് കറക്റ്റ് ചെയ്യാൻ ചിലപ്പോൾ ഇച്ചിരി പാടായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ ഇത്രയും വർഷം ഈ പേപ്പർ കരിയാതെ ഓടിയ കൂട്ടത്തില്ല. അതൊന്ന് കരിക്കണമെങ്കിൽ ഇച്ചിരി കൂടെ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അടുത്ത് ഹെൽപ്പ് ചെയ്യണം. ലോർഡ് ഹെൽപ്പ് മീ, കർത്താവ് ഈ ഒരു കാര്യം ചേഞ്ച് ചെയ്യാൻ എന്നെ സഹായിക്കുന്നതിനായിട്ട് സ്തോത്രം. ഇനിയും തൊട്ട് ആ പ്രശ്നം നമ്മുടെ ജീവിതത്തിൽ പൊങ്ങി വരുമ്പോഴെപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? വാ തുറന്ന് പറയണം, കർത്താവ് ആ ജീവിതത്തിനെ കർത്താവ് കൈകാര്യം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം. കൈകാര്യം ചെയ്യണമെന്ന് ഇനിയും പ്രാർത്ഥിക്കില്ല. ഒരു കാര്യത്തിനൊരു ഒറ്റ പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ മതി, പിന്നെ നമ്മൾ താങ്ക്സ് പറഞ്ഞാൽ മതി. താങ്ക്സ് പറഞ്ഞ പ്രാർത്ഥനയാണല്ലോ അല്ലെ? ഒരു പ്രയറിനകത്തുള്ള 4 കാര്യങ്ങളുണ്ട്: അഡറേഷൻ, കൺഫെഷൻ, താങ്ക്സ് ഗിവിംഗ്, സപ്ലിക്കേഷൻ. 4 കാര്യങ്ങൾ. അപ്പൊ അതിനകത്ത് താങ്ക്സ് പറയുന്നത് പ്രയറിന്റെ ഭാഗമാണ് അല്ലെ? അപ്പം നമുക്ക് താങ്ക്സ് പറയാം. കർത്താവ് ചെയ്യണമെന്ന് മാത്രമല്ല പ്രയർ, ചെയ്തതിന് താങ്ക്സ് കൂടെ പ്രയർ. അപ്പം അങ്ങനെ ഒന്ന് ചെയ്യുക. അപ്പം ആ ഒരു കാര്യം പ്രത്യേകിച്ച് ഒന്ന് ശ്രദ്ധിക്കുന്നത്, നമ്മൾ പിന്നെയും കേൾക്കുന്നതാ പരിശുദ്ധാത്മാവ് നമ്മൾക്ക് കറക്റ്റ് ചെയ്യാൻ പറയുന്നത്. അത് ചിലപ്പോൾ ആ ഒരു വോയിസ് കേൾക്കുന്നത് ചിലപ്പോൾ നമ്മുടെ പേരൻസിന്റെ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഹസ്ബൻഡിന്റെ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ വൈഫിന്റെ നിന്നായിരിക്കും, ചിലപ്പോൾ നമ്മുടെ പിള്ളേരുടെ നിന്നായിരിക്കും. പക്ഷെ ആരെന്ത് വചനപ്രകാരം പറഞ്ഞാലും നമ്മളത് അംഗീകരിക്കാൻ തയ്യാറായിരിക്കും. അല്ല, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് ഓരോരുത്തരും അവിടെ ഇരിക്കത്തുള്ളൂ. മനസ്സിലായോ? സോ ഡോണ്ട് ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. നമ്മൾ എപ്പോഴും ടീച്ചബിൾ ആയിരിക്കണം. നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. നമുക്ക് എപ്പോഴും കുറെ കാര്യങ്ങൾ അറിയാത്തതുണ്ട്. നമ്മളെല്ലാവരും അങ്ങനെ അല്ലേ? അതുകൊണ്ട് എപ്പോഴും നമ്മൾ ടീച്ചബിൾ ആയിരിക്കണം, കേൾക്കാൻ റെഡി ആയിരിക്കണം, ചേഞ്ച് ചെയ്യാൻ റെഡി ആയിരിക്കണം. എങ്കിൽ മാത്രമുള്ള ആത്മീയമായിട്ടുള്ള വളർച്ച. അല്ലെങ്കിൽ ഈ പേപ്പർ ഇങ്ങനെ ഇരിക്കും, തീ അവിടെ ഇരിക്കും. നമുക്കതല്ലല്ലോ നമ്മുടെ ഉദ്ദേശം. ഓക്കെ ഓക്കെ, എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? ഓക്കെ, ആരെങ്കിലും ഒന്ന് ഷോർട്ടായിട്ട് പ്രാർത്ഥിക്കോ? പ്രാർത്ഥിച്ചായിരിക്കും. കർത്താവേ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ പിതാവേ, കരുണയുള്ള ദൈവമേ, ഈ നല്ല സമയത്തിനാടി ഞങ്ങൾ അവിടുത്തെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് ഒരുമിച്ച് കർത്താവെ അവിടുത്തെ സന്നിധാനം ചേർന്ന് വരുവാൻ, കർത്താവെ തിരുവചനത്തിൽ നിന്ന് കർത്താവെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ഒരു അവസരം കൂടെ ദാനമായിട്ട് വന്ന കൃപകൾക്കായി സ്തോത്രം. കടന്നു വന്ന ഏവരെയും കർത്താവെ അവിടുത്തെ പാദവീഴ്ത്തികൾ സമർപ്പിക്കുന്ന കർത്താവെ, ഇന്ന് ഞങ്ങൾ കേട്ട വചനങ്ങളൊക്കെയും കർത്താവെ അടിയങ്ങളുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാൻ തക്കണം അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളുടെ കുറവുകളെ അവിടുന്ന് കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹാലേലിയ. മിണ്ടാതെ നീ ദൈവമെന്ന് അറിയുവാൻ അവിടുന്ന് അടിയങ്ങളോട് കൽപ്പിച്ചല്ലോ കർത്താവെ. ഹാലേലിയ. നന്ദിയോടെ സ്തോത്രം. അവിടെ ഞങ്ങളുടെ സങ്കേതവും ബലവുമായി അടിയങ്ങളുടെ കർത്താവെ ശൈല്യമായി അടിയങ്ങളോട് കൂടുതലുള്ള കൃപകൾക്കായി സ്തോത്രം. കർത്താവെ അടിയങ്ങളെ മുറ്റുമായി അവിടുത്തെ സന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. കണ്ണീടമേ താവെ അടിയങ്ങളെ കുഞ്ഞുങ്ങളായി, വ്യക്തികളായി, പൈതങ്ങളായി, കുടുംബങ്ങളായി കർത്താവെ ലോകത്തിന്റെ നാനാഭാഗത്തിരുന്ന കർത്താവെ അടിയങ്ങള് അവിടുത്തെ തിരുവചനം ഗ്രഹിക്കുമ്പോൾ ദൈവമേ അതിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ തക്കവണ്ണം അടിയങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുദ്ധിയും പ്രാപ്തിയും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇങ്ങനെയുള്ള അവസരങ്ങൾ ലഭിക്കുമ്പോൾ അടിയങ്ങളെ തക്കത്തിൽ ഉപയോഗിപ്പാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നത് കർത്താവെ അനുഗ്രഹമായി എന്ന് പറയുവാൻ തക്കവണ്ണം അടിയങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് സഹായിക്കണമേ. ഒരു പടി കൂടെ കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് അടുക്കുവാൻ തക്കവണ്ണം അടിയങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുറവുകളൊക്കെയും കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിച്ച ദാസിനെ അവിടുത്തെ കരങ്ങളിൽ തരുന്ന കർത്താവെ, പൈതലിനെ അവിടുന്ന് അനുഗ്രഹമായി കർത്താവെ അനേകർക്ക് പ്രയോജനമായി ഓരോ ദിവസവും ഉപയോഗിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കേൾക്കുന്ന കർത്താവെ വചനങ്ങളൊക്കെയും
കർത്താവെ ഒരു ആത്മാവിനെങ്കിലും നേടുവാൻ തക്കവണ്ണം അവിടുന്ന് സംഗതിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ സന്നിധിയിൽ തലവണക്കിയിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങൾ തരുന്നു. അടിയങ്ങളെ കുടുംബങ്ങളായി, വ്യക്തികളായി, പൈതങ്ങളായി കർത്താവെ കാത്തു സൂക്ഷിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം. ഈ കോവിഡിന്റെ കാലയളവിൽ കർത്താവെ അടിയങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം അവിടെ ദാനമായിട്ട് തന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. പൂർവാധികം കർത്താവെ അവിടുത്തെ സന്നിധിയോട് അടുപ്പാൻ തക്കവണ്ണം, അവിടുത്തെ വരവിന് വേണ്ടി അടിയങ്ങളെ ഒരുക്കുവാൻ തക്കവണ്ണം ഈ വചന കേളിയൊക്കെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ട കൃപകൾക്കായി സ്തോത്രം. പ്രാർത്ഥന ഒന്നുകൊണ്ടുള്ള കുറവുകളെ ക്ഷമിക്കണമേ. മാനവും മഹത്വത്തോടെ തന്നെ എടുത്തുകൊള്ളണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. അപ്പം എന്തോ ഈ ആഴ്ചത്തേക്ക് എന്തോ ഓർക്കേണ്ടത്, നമ്മൾ ഓർക്കേണ്ടത് നമ്മുടെ അഗൻസ്റ്റ് ആയിട്ട് വരുന്ന മല നമ്മള് കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, കർത്താവിന്റെ സ്ഥാനത്തിന്റെ പിന്നിൽ നിന്ന് നമുക്ക് എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ മാർക്കില്ല. ഓക്കെ, നമ്മുടെ ജീവിതം എത്തേണ്ട ലെവലിൽ എത്തിയില്ല എന്ന് നമുക്ക് തോന്നുവാണെങ്കിൽ ആ കർത്താവിന്റെ അടുത്ത് ഒരു വാക്ക് ക്ഷമ ചോദിച്ചാൽ നമ്മൾ ബാക്ക് ഓൺ ട്രാക്ക് ആയി. അത്രയും മാത്രം ഓർക്കുക. ഓക്കെ, പിന്നെ കർത്താവിന്റെ സാന്നിധ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ ഇരിക്കുക. കേൾക്കുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിന്റെ അടുത്ത് നമ്മുടെ കുറവ് കാണിച്ചു തരാൻ പ്രാർത്ഥിക്കേണ്ട കാര്യം നമുക്കൊക്കെ അറിയാം. അപ്പം അറിയാം, അത് മാത്രം കൈകാര്യം ചെയ്യാം. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഓൾ. ഓക്കെ.